ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് പേജ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി, നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ കാണിക്കുന്നത്. ന്യൂലി ഫൗണ്ട് ഇൻസ്പിറേഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു പുതിയ ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു ശൂന്യത പോലെ അനുഭവപ്പെടുകയാണ്. നിങ്ങൾ കൂടെ ഇല്ലാത്തത് അവരിൽ വളരെയേറെ ദുഃഖത്തെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് പുതിയതായിട്ട് എന്തോ കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള ഒരു ഭാവി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ പേജ് ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള പാസ്റ്റിൽ അവർക്ക് ഒരു സ്പാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പാർക്ക് തോന്നിയിട്ടുണ്ട് അവരടുത്ത്. എന്തോ ഒരു അട്രാക്ഷൻ, എന്തെന്നില്ലാത്ത ഒരു ആത്മബന്ധം. ആ ഒരു ആത്മബന്ധം തന്നെയാണ് നിങ്ങളെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് നിങ്ങളുടെ പേഴ്സണ് ഒരു തിരിച്ചറിവ് കൊടുത്തിട്ടുള്ളത്. മറ്റുള്ളവരുടെ ഇടപെടൽ തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ ഈ നോ കോണ്ടാക്റ്റ് വരാനായിട്ട് കാരണമായിട്ടുള്ളത്. അതവർ തിരിച്ചറിയുന്നു. ക്യൂരിയോസിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ഇനി വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമൊത്തുള്ള ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത, ഒരു തോട്ട്, അതാണ് ഇവിടെ കാർഡ് പറയുന്നത്. അവർ ആക്ഷൻ എടുക്കുകയാണ്. നിങ്ങളില്ലാതെ ഇനി അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഓർമ്മകളിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ പേജ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത്. ഒരു ഡ്രീമറാണ് അവരെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവരിലെ സ്വപ്നങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളെന്ന പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, 6 ഓഫ് സോർഡ്സ് കാർഡ്. ഒരു മാറ്റം, ഒരു ട്രാൻസിഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഏതോ വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രയർ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം, ഇതെല്ലാം യൂണിവേഴ്സ് കാണുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് വ്യക്തികളിലൂടെ സഹായം വരുന്നു. ഇവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള പാസ്റ്റിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായിട്ടുണ്ടായില്ല. ഇപ്പോൾ ഈ ഹീലിംഗ് നടക്കുമ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അവരിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം അവർ മനസ്സിലാക്കി തുടങ്ങിയത്. പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഓർമ്മകളിലൂടെ അവർ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക. ആ സാഹചര്യം മറികടക്കാനായിട്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് കരുതുക. ആ ഒരു മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രയർ കണ്ടിന്യൂ ചെയ്തു പോവുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ദൂരം വളരെ ഷോർട്ടാണ്. വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. മാറ്റം വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി, നിങ്ങളില്ലാതെ വളരെയേറെ ശൂന്യതയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡും പറയുന്നത്, ദ ഹീറോഫൻറ്റ്. ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ ദ ഹീറോഫൻറ്റ് പറയുന്നത്. ഒരുപാട് ലെസൺസ് പഠിച്ച ഒരു വ്യക്തിയുടെ എനർജി, സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി. ഇവിടെ എവേക്കനിങ് ആണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർ തനിച്ചാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. ഇവിടെ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ തന്നെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കുമ്പോൾ നിങ്ങളില്ലാതെ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫ്യൂച്ചർ നിങ്ങളോട് കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റുള്ള വ്യക്തികൾ ഇടപെട്ടിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അവരുടെ വാക്കും പ്രവൃത്തിയും തന്നെയാണ്, അല്ലെങ്കിൽ അവർക്കാണ് ഇയാൾ അത്രയേറെ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ
നിങ്ങളുടെ സ്നേഹം കണ്ടില്ല നടിച്ചുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുണ്ട്. ഇന്ന് അവർ തിരിച്ചറിയുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം തന്നെയാണ്. അത് വളരെ ജെനുവിൻ ആണെന്ന് തിരിച്ചറിയുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയുടെ മനസ്സ് തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ തീരുമാനമെടുത്തിട്ടുള്ളത്. അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട്, അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് 6 ഓഫ് കപ്സ് കാർഡ്. അവരിലെ ഇമോഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നൊസ്റ്റാൾജിയാണ് ഈ കാർഡ് പറയുന്നത്. റീകണക്റ്റിംഗ് വിത്ത് പീപ്പിൾ ഫ്രം ദി പാസ്റ്റ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് അവരെ അലട്ടുന്നത്. നിങ്ങളില്ലാത്ത ആ ഒരു ജീവിതം എന്ന് പറയുന്നത് അവർക്ക് വളരെയേറെ ശൂന്യത തന്നെയാണ് അനുഭവപ്പെടുന്നത്. അവരിലെ ഇന്നർ പീസിനെ ഇവിടെ കാണിക്കുകയാണ്. അവർക്ക് വളരെയേറെ സമാധാനം തോന്നിയിട്ടുള്ളത് നിങ്ങളുമൊത്തുള്ള ആ ഒരു സംഭാഷണമാണ്, നിങ്ങളുമൊത്തുള്ള ആ നിമിഷമാണ്. അപ്പോൾ അവർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളുമായിട്ട് ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഒരു ഹാർമണിയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. കാരണം അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പിന്നെ നിങ്ങളിലേക്ക് എന്താണ് വരിക? സക്സസ് ആണ്, ഹാർമണിയാണ്. നിങ്ങളുടെ സ്നേഹം എവിടെയും എൻഡായി പോകുന്ന ഒന്നല്ല എന്ന് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെയും അവരെയും മനസ്സിലാക്കി തരാണ്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയാണ്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് പെന്റക്കിൾ ആണ്. അവരിലെ തീരുമാനത്തെ, ആ ഒരു ഡിസിഷനെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ബാലൻസ്, ഇക്വിലിബ്രിയം എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. ഇന്ന് അവർ ഒരു ബാലൻസ് തന്നെയാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങൾ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ബാലൻസ്, ഒരു ഇക്വിലിബ്രിയം തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ അവരുടെ ബെസ്റ്റ് ഹാഫ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു, റിയലൈസ് ചെയ്യുന്നു. ജീവന്റെ പാതിയായിട്ട് അവർ കാണുകയാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, ദ ചാരിയറ്റ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് തന്നെയാണ് കാണിക്കുന്നത്, വിക്ടറിയാണ് കാണിക്കുന്നത്. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജി, അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ഉറച്ച നിലപാടിനെയാണ്, ഡിറ്റർമിനേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവര് മനസ്സിലാക്കുന്നത് നിങ്ങളാണ് ശരിയെന്നാണ്, നിങ്ങളുടെ തീരുമാനങ്ങളാണ് ശരിയെന്നാണ്. അവർ തെറ്റ് ചെയ്തു പോയെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവർ മൂവ് ഓൺ ചെയ്തു പോയതിൽ അവർക്ക് ഇപ്പോൾ വളരെയേറെ സങ്കടമുണ്ട്, ഹാർട്ട് ബ്രോക്കണെ കാണിക്കുന്നുണ്ട്. ആ ഒരു സങ്കടം തന്നെയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതും. കാരണം കോൺഫിഡൻസോട് കൂടിയിട്ട് വിൽ പവറിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു, നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ വേണം. അവരവരുടെ മൈൻഡിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ കയറി വരികയാണെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള ഭയം അവരിലുണ്ട്. അപ്പോൾ അവര് സമാധാനപരമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് വരും വരായികകളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ തന്നെ അവർ ആഗ്രഹിക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് അവരിൽ നിന്ന് മെസ്സേജോ കോളോ പ്രതീക്ഷിക്കാം. അവരുടെ എഫേർട്ടിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് ഞാനും പറയുകയാണ്. കാരണം നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്സ് കാർഡാണ്. അവരിലെ ഇമോഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. വീണ്ടും യൂണിവേഴ്സ് പറയുന്നത് അവർ ഒരു ഡ്രീമർ ആണെന്നാണ്. അവരിലെ സ്വപ്നങ്ങളെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അൺകണ്ടീഷണൽ ലവ് അവർക്ക് ഫീൽ ചെയ്യുന്നു. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ, ഡെയിലി ലൈഫിൽ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. അവർക്ക് എവിടെ നിന്നും ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് പോലെ തോന്നുകയാണ്. അവരുടെ ജീവന്റെ പാതി നിങ്ങളാണെന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നുകയാണ്. യൂണിവേഴ്സ് തന്നെയാണ് അവരിലേക്ക് ഈ ഒരു ഉൾക്കാഴ്ച അറിഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് ഒരു എക്സൈറ്റ്മെന്റ് ഇവിടെ ഉണ്ടാവുകയാണ്. അവർ ആകാംക്ഷയോട് കൂടിയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. നിങ്ങളുമൊത്തുള്ള നല്ല ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ കാരണം, നിങ്ങളിൽ നിന്ന് അവർ മാറിപ്പോയി, ശരിയാണ്. അവർ തെറ്റ് ചെയ്തു, ശരിയാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, ഇത്രയും നാളും ഇല്ലാത്തൊരു സ്നേഹം ഇപ്പോൾ എവിടെ നിന്ന് വന്നു? നിങ്ങൾക്ക് അവരോട് ചെറിയ രീതിയിലുള്ള സംശയമുണ്ട്.
പെട്ടെന്നൊരു സ്നേഹം എങ്ങനെ വന്നു? അപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറയും, ഞാൻ തെറ്റ് ചെയ്തു പോയി, അതെനിക്കറിയാം, നിന്റെ സ്നേഹം എന്നിലേക്ക് കിട്ടുവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അവർ നിങ്ങളോട് പറയും. കാരണം തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സണ് ഇനി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. നിങ്ങളാണ് അവരുടെ ബെസ്റ്റ് ഹാഫ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ഒന്നും പറയാനില്ല, ഏസ് ഓഫ് വാൻസ് കാർഡാണ്. ആക്ഷനെ തന്നെയാണ് കാണിക്കുന്നത്. ന്യൂ ഐഡിയ ഈ റിലേഷൻഷിപ്പിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് എവിടെ നിന്നും ഒരു പൊട്ടൻഷ്യൽ കിട്ടിയിട്ടുണ്ട്, ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് തന്നെയാണ് അവരുടെ ലൈഫ് അവർ പദ്ധതി ചെയ്യുന്നത്. നിങ്ങളുമൊത്തുള്ള ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ബ്രൈറ്റ് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എവിടെയും എൻഡായി പോകുന്ന ഒന്നല്ല എന്ന് അവർ തിരിച്ചറിയുമ്പോൾ നിങ്ങളുമൊത്തുള്ള പുതിയ തുടക്കത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളും അവരും തമ്മിൽ ഒന്നാവാൻ പോവാണ്. ഇവിടെ യൂണിവേഴ്സിനോട് എന്തും മാനിഫെസ്റ്റ് ചെയ്യാം, അതൊക്കെ നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവാണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുന്നത്, ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹീലിംഗ് ആവശ്യമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും എന്നു മുതൽ നമ്മൾ തയ്യാറാകുന്നു, അവിടെയാണ് നമ്മൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നത്, നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ്. അവനവനെ സ്നേഹിക്കുക, അവനവൻ്റെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുക, ഇഷ്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മൾ അവരെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത്, അവരുടെ ഇഷ്ടങ്ങളെയാണ് കണ്ടിരുന്നത്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചിട്ടില്ല, നമ്മളുടെ സോളിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഹീലിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ സോറി പറയണം. മൈ ഡിയർ സോൾ, ഏതെങ്കിലും തരത്തിൽ ഞാൻ എൻ്റെ സോളിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാണ്, ആത്മാർത്ഥമായിട്ട് സോറി പറയാണ്. ഞാൻ എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ നിമിഷത്തിൽ ഞാൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, അവരെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഇന്നു മുതൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ആ ഒരു സോളിനെ, ഞാൻ മരിക്കുമ്പോഴും എൻ്റെ കൂടെയുള്ള ആ ഒരു സോളിനെ എന്ന് ഞാൻ തിരിച്ചറിയുന്നുവോ, എന്നു മുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നുവോ, അന്നു മുതലാണ് എന്നിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. എൻ്റെ ആ ഒരു സോൾ പർപ്പസ് ഞാൻ മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കേണ്ടത്. ഇവിടെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ പൂർണ്ണത, പവിത്രത നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മളിലേക്ക് കാണുന്നത്, നമ്മളെന്ന വ്യക്തിയുടെ ഇമോഷൻസിനെ കാണുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ. അതെന്തിനാണ്? നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലല്ല. ഇവിടെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാം. അവിടെയാണ് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നടക്കാൻ പോകുന്നത്. ഒരു ദിവസം കൊണ്ട് നടക്കില്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. നമ്മളും യൂണിവേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷന് ഏറ്റവും പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തുക. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മളിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ, പ്രപഞ്ചമായിട്ട് തന്നെ സാധിപ്പിച്ചു തരും. അങ്ങനെ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന സമയത്ത്, മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? നമ്മളിലേക്ക് ആ കാര്യങ്ങളെല്ലാം സാധിച്ചു വരും. ആ സാധിക്കുന്നതിന് നമ്മൾ എന്ത് കാര്യം കൂടി ചെയ്യണം? താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം, നടന്നതുപോലെ പറയണം, വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നു എന്ന് നിങ്ങൾ കരുതണം. എൻ്റെ യൂണിവേഴ്സ് എന്നിലേക്ക് എൻ്റെ പേഴ്സണെ മടക്കി കൊണ്ടുവന്നതിന്, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. അവിടെയാണ് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നടക്കുക. എത്ര കണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുമോ അത്ര കണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിംസ് പറയുന്നതെന്നറിയൂ? ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്കാണ് കുറേയും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിൽ ചെറിയൊരു പോർഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടു. പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എങ്കിൽ പോലും ആ നെഗറ്റീവ് കമൻസിന് ഉള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നമ്മളുടെ പേഴ്സൺ നമ്മളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയെങ്കിൽ നമ്മൾ അതിലൊരു കാരണക്കാരാണ്. ആ നെഗറ്റീവ് പറഞ്ഞവർക്ക് വേണ്ടിയുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കാരണം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെല്ലാം തികഞ്ഞവരല്ല. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല.
കുറ്റങ്ങളും കുറവുകളും ഉള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറുമ്പോൾ നമ്മളിലേക്ക് മാറ്റം നമ്മൾ തന്നെ കൊണ്ടുവരണം. ഇവിടെ ആക്ഷൻ എടുക്കാതെ ഒരു കാര്യം നമ്മളിലേക്ക് സാധിക്കില്ല. വെറുതെ റീഡിങ്സ് കണ്ടതുകൊണ്ട് എൻ്റെന്ന് മാത്രമല്ല മറ്റുള്ള റീഡേഴ്സിനെയും കുറ്റം പറയാനായിട്ട് നിങ്ങൾക്ക് അർഹതയില്ല. കാരണം അവർ പറയുന്നുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെയല്ല വാലിഡ് ആവുക, റെസിനേറ്റ് ആവുക. ഞാൻ സമ്മതിക്കില്ല, ഒരു റീഡേഴ്സിനെയും കുറ്റം പറയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. കാരണം അവരെടുത്ത് പറയുന്നുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിങ്ങിന് വരൂ, നിങ്ങളുടെ കറക്റ്റ് കാര്യം പറഞ്ഞു തരാം. ഞാനും പറയുന്നു നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് വരൂ, കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എന്നിട്ട് എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ പേഴ്സന്റെ തിരിച്ചുവരവനായിട്ട് പ്രതീക്ഷയോടുകൂടി പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഹീലിംഗ്, സെൽഫ് ലവ്, മെഡിറ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള മാനിഫെസ്റ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ എപ്പോഴും പറയുന്ന സമയം ബ്രഹ്മമുഹൂർത്താണ്, 3 മണിക്കാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുന്നേറ്റ് പ്രെയർ ചെയ്യാൻ പറ്റുമോ? 21 days നിങ്ങൾ എഫേർട്ട് എടുത്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടൂ. ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി, നിങ്ങളുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജി. മജീഷ്യനാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ട്, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങാണ്. ആ പിക്ചർ നോക്കൂ. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ സൈൻ തന്നെയാണ് കാണിക്കുന്നത്, ഇൻഫിനിറ്റിയാണ് കാണിക്കുന്നത്. ആ മജീഷ്യന്റെ ഹെഡിലുള്ളത്, ഫോർഹെഡിലുള്ളത് എന്താണ്? ഇൻഫിനിറ്റി. അത് സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. ചുറ്റുമുള്ളത് ബട്ടർഫ്ലൈസ് ആണ്, അത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ പോസിറ്റിവിറ്റിയെ മനസ്സിലാക്കുമ്പോൾ അവർ നിങ്ങളെ തന്നെയാണ് സ്വപ്നം കാണുന്നത്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റീഡിങ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എത്രമാത്രം അവരെ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെയും ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെ അവരും മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഡിസയേഴ്സ്, അതാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. യാഥാർത്ഥ്യമാവാൻ പോവാണ്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നു. നിങ്ങളെന്ന വ്യക്തിയാണ് അവർക്ക് ബെസ്റ്റ് ഹാഫ്, അവരുടെ പാർട്ട്ണർ എന്ന് അവർ തിരിച്ചറിയാണ്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളുടെ എനർജിയുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.